ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അടുത്ത പോർഷനിലേക്ക് കടക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ. നമ്മൾ ഇതിന് മുമ്പ് ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ വിത്ത് ഹോൾ നമ്പർ ആയിരുന്നു. അപ്പം നമ്മൾ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതിന് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ഇട്ടു? 1 ഇട്ട് തെറ്റാതിരിക്കാൻ ചെയ്തു. ഇവിടെ സെയിം ആണ്. ഇതൊരു ഫ്രാക്ഷൻ കൊണ്ട് തന്നെയാണ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. 1/3 ഇൻറ്റു 1/4. ഇത് രണ്ട് ഫ്രാക്ഷൻസ് ആണ് അല്ലേ? 1/3 ഒരു ഫ്രാക്ഷൻ ആണ്, 1/4 ഒരു ഫ്രാക്ഷൻ ആണ്. അവരെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഒന്നുമില്ല, എങ്ങനെ ചെയ്താൽ മതി, സിമ്പിൾ ആണ്. നമ്മൾ മറ്റേ ചെയ്യണം, നിങ്ങൾക്ക് ഇത് ഈസി ആകും. അങ്ങനെ മറ്റേത് ഞാൻ ഡിനോമിനേറ്റർ 1 ഇട്ട് ചെയ്തത് കൊണ്ട് ഇത് നിങ്ങൾക്ക് ഈസിയാണ്. എങ്ങനെയാണ് ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 4 1/12. ഓക്കെ, ഇത് തിരിച്ചിട്ടാലോ? ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. 1/4 ഇൻറ്റു 1/3. അത് രണ്ട് എക്സ്ചേഞ്ച് ചെയ്തു നമ്പേഴ്സിന്റെ പൊസിഷൻസ്. അതായത് എന്തെങ്കിലും മാറ്റം വരുമോ നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ തമ്മിൽ 1 ഇൻറ്റു 1 1, 4 ഇൻറ്റു 3 12. സെയിം തന്നെ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചെയ്താലും സെയിം കിട്ടും. അതേപോലെ ഇത് നോക്കിയേ, 1/2 ഇൻറ്റു 1/5. അപ്പൊ എങ്ങനെ എഴുതും? 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 5 10. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. നോക്കിക്കേ, 1 ഇൻറ്റു 1 1, 5 ഇൻറ്റു 2 10. സെയിം തന്നെ കിട്ടി. അപ്പൊ നമുക്ക് വേണേ എഴുതാം പ്രോഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷന്റെ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റർ അല്ലേ? ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ന്യൂമറേറ്റർ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരിക്കലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററോട് മൾട്ടിപ്ലൈ ചെയ്യില്ല. അതെന്താ വരുന്നത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ തമ്മിൽ ഡിവിഷനേ വരത്തുള്ളൂ. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫില്ല് ചെയ്യാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അതിനകത്ത് പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് പേജ് നമ്പർ 27 ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ചെയ്തേക്കെ, എല്ലാം ചെയ്തു പോകാം നമുക്ക്. ഇതൊക്കെ 1/2 ഇൻറ്റു 1/7 ഈ മോഡൽ ചെയ്യാനാണ് പറഞ്ഞത്. 1/2 ഇൻറ്റു 1/7 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/7 ഈസ് ഈക്വൽ ടു അങ്ങനെയല്ലോ, ഒരുമിച്ചാണ്, ഇങ്ങനെയല്ല. അതെന്താണ് കാണിച്ചിരിക്കുന്നത്? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് 2 ഇൻറ്റു 7. അപ്പൊ എത്ര വരും? 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 7 40. അങ്ങനെ ചുമ്മാ എഴുതാനാ. അപ്പൊ ഇത് അതുപോലെ എഴുതിക്കേ. 1/5 ഇൻറ്റു 1/7 വരുമ്പോ എങ്ങനെയാണ്? ന്യൂമറേറ്റർ തമ്മിൽ മേളിൽ, ഡിനോമിനേറ്റർ തമ്മിൽ 5 ഇൻറ്റു 7 താഴെ. അതായത് ഡിനോമിനേറ്റർ 1 ഇൻറ്റു 1 1, 35. 7 ഇൻറ്റു 5 35, 1/35. ഇതുപോലെ എഴുതിക്കേ. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ഡിനോമിനേറ്റർ തമ്മിൽ 7 ഇൻറ്റു 2. 1 ഇൻറ്റു 1 എത്രയാ? 1. 7 ഇൻറ്റു 2 40, 1/40. ഇവിടെ അതുപോലെ തന്നെ 1 ഇൻറ്റു 1 ന്യൂമറേറ്റർ, 7 ഇൻറ്റു 5 ഡിനോമിനേറ്റർ. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്, ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതൊന്ന് ഫില്ല് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് വിട്ടുകളയല്ലേ, എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആകും. അപ്പൊ 2-3 എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. 1/3 ഇൻറ്റു 4/5, 2/3 ഇൻറ്റു 1/5. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ. കൂടുതലായിട്ട് ട്രൈ ദീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതാണ്. അത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ്, വെറുതെ കളയാൻ വേണ്ടിയുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. 3/4 കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾ ഈസി ആകും. ഇവിടെ ചെയ്യുന്നേ എന്താ ചെയ്യുന്നത്? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ 1 ഇൻറ്റു 4 4, 3 ഇൻറ്റു 5 15. 4/15 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നിരിക്കുക. ന്യൂമറേറ്റർ തമ്മിൽ 2 ഇൻറ്റു 1 2, 15. 5 ഇൻറ്റു 3 15. മനസ്സിലായോ മക്കളെ? ചെയ്യാൻ ഈസി അല്ലേ? ഓക്കെ, അടുത്ത ന്യൂമറേറ്റർ 42 3. അടുത്തത് 3 ഇൻറ്റു 2 6. കേട്ടോ,
ഇത്രയേ ഉള്ളൂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ. അപ്പം രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റർ ബൈ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റർ. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതൊരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസ് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം പോലും വിടരുത്. എല്ലാം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഈ വീഡിയോ കാണുമ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.